Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഒരു ദുരിതം ഒഴിവായപ്പോൾ മറ്റൊരു ദുരന്തം ഭീഷണിയാകുന്നു. അങ്കമാലി അങ്ങാടിക്കടവ് റെയിൽവേ അടിപ്പാത യാഥാർത്ഥ്യമായതോടെ ഗേറ്റഡ എന്ന ശാപം ഒഴിവായി. അതേസമയം അങ്ങാടിക്കടവ് പാലത്തിന്റെ ശോചനീയ അവസ്ഥ വലിയൊരു ദുരന്തത്തിനു നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. അങ്കമാലി അങ്ങാടിക്കടവ് പീച്ചാനിക്കാട് മങ്ങാട്ടുകര എളവൂർ നിവാസികളുടെ വർഷങ്ങളായുള്ള സ്വപ്നം യാഥാർത്ഥ്യമായി. അങ്ങാടിക്കടവ് ഗേറ്റഡ എന്ന ദുരിതം ഇനിയുണ്ടാകില്ല. അടിപ്പാത ഗതാഗതത്തിന് തുറന്നു നൽകിയതോടെ വലിയൊരു ദുരിതത്തിന് അറുതിയായി. അതേസമയം ദേശീയപാതയ്ക്കും അടിപ്പാതയ്ക്കും മധ്യേ വലിയൊരു ദുരന്ത ഭീഷണി നിലനിൽക്കുന്നത് ഭൂരിഭാഗം പേരും അറിഞ്ഞിട്ടില്ല. അങ്ങാടിക്കടവ് പാലത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അങ്കമാലി മാഞ്ഞാലി തോടിന് കുറുകെ 1981 അങ്ങാടിക്കടവ് പാലം നിർമ്മാണം ആരംഭിച്ചത്. 1985 പണി പൂർത്തിയാക്കി പാലം ഗതാഗതത്തിന് തുറന്നു നൽകി. 2025 വരുമ്പോൾ പാലത്തിന് 40 വയസ്സാകും. 40 വർഷം മുമ്പ് പാലം നിർമ്മിക്കുമ്പോൾ മാഞ്ഞാലിത്തോടിന്റെ ഇരുകരകളുമായി ബന്ധിപ്പിച്ച് അത്യാവശ്യ വാഹന സഞ്ചാരം മാത്രമായിരുന്നു ഉദ്ദേശം. അതിനാൽ തന്നെ ഇരുചക്രവാഹനങ്ങൾ, ഓട്ടോറിക്ഷ, കാർ, അത്യാവശ്യം ചെറിയ ചരക്കു വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് കടന്നുപോകാനുള്ള വീതിയിലും ബലത്തിലുമായിരുന്നു പാലത്തിന്റെ നിർമ്മിതി. പിന്നീട് പാലം വഴി സ്വകാര്യ ബസ് സർവീസുകൾ വന്നു. ഓരോ വർഷവും വാഹനപ്പെരുപ്പം ഏറി വന്നു. ഓട്ടോറിക്ഷയ്ക്കും കാറിനും ബസ്സിനും പുറമെ ലോറിയും ടിപ്പറും ടോറസും അടക്കമുള്ള ഭാരവാഹനങ്ങളും പാലം വഴി കടന്നുപോകാൻ തുടങ്ങി. ഒരേ സമയം ഇരുഭാഗത്തേക്കും വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള വീതി ഇല്ലെങ്കിലും ഒരു വാഹനം കടന്നു പോകുന്നതുവരെ ഒരറ്റത്ത് കാത്തുകിടന്ന് വാഹന സഞ്ചാരം തുടർന്നു. കാറിലും ബസ്സിലും ലോറിയിലുമെല്ലാം ഇരുന്ന് പാലത്തിനു മുകളിലൂടെ സുഖയാത്ര നടത്തുന്നവർ പക്ഷേ പാലത്തിന് അടിഭാഗത്തെ ഈ ഭീകര ദൃശ്യങ്ങൾ കാണുന്നില്ല. 40 വർഷം മുൻപ് ഉദ്ഘാടനം നടത്തിയ ശേഷം ബന്ധപ്പെട്ടവരാരും തന്നെ ഈ പാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാലത്തിനടിഭാഗത്തുള്ള 3 തൂണുകളിലും പലയിടങ്ങളിലായി വിള്ളൽ വീണിരിക്കുന്നു. ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു പോയിരിക്കുകയാണ്. ഇരുവശങ്ങളിലുമുള്ള ബീമുകൾക്കും ബലക്ഷയമുണ്ടായിട്ടുണ്ട്. ഇവിടെയും വലിയ വിള്ളലുകൾ കാണാം. 2018 മഹാപ്രളയത്തിൽ ഒഴുകിയെത്തിയ വൻ മരങ്ങളും പ്രളയജലത്തിന്റെ ശക്തമായ ഒഴുക്കും പാലത്തിന്റെ ബലക്ഷയം കൂട്ടി. പാലം പണി നടത്തിയ ശേഷം യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്താത്തതാണ് പാലം അപകടാവസ്ഥയിലാകാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിലവിലിപ്പോൾ ഈ പാലത്തിന്റെ കാലുകളുടെ ശോചനീയാവസ്ഥയിൽ ആൽമരങ്ങളും മറ്റുള്ള വൃക്ഷങ്ങളും വന്ന് പാലത്തിന്റെ കാലുകളുടെ ബലക്ഷയം വളരെ മോശമാണ്. അതിനുള്ള പാലത്തിന്റെ മേൽഭാഗത്ത് കോൺക്രീറ്റ് അടർന്നു പോയി കമ്പികളൊക്കെ പുറത്ത് ആണ് പാലത്തിന്റെ മേളിൽ. അതേപോലെ അടിയിൽ നിന്ന് കോൺക്രീറ്റ് അടർന്നു വീഴുകയും കമ്പികളൊക്കെ പുറത്ത് കാണുകയും അതിന് പാലത്തിന്റെ കാലിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റിങ് അടർന്നു പോയി വിള്ളൽ വന്നിരിക്കുന്നുണ്ട് പാലത്തിന്. ഈ പാലം അടിയന്തരമായി മെയിൻ്റനൻസ് നടത്തുന്നതിന് PWDയോ സ്ഥലം MLAയോ സർക്കാരോ ഇതിന് PW ഉദ്യോഗസ്ഥരൊക്കെ ഒന്ന് മേൽനോട്ടം വഹിച്ച് അടിയന്തരമായി റിപ്പയർ ചെയ്യേണ്ടതാണ്. ഇതിനുപരി അങ്ങാടിക്കടവ് പീച്ചാനിക്കാട് പുളിയനം ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അടിപ്പാതയായി തുറന്നിട്ടുണ്ട്. ഇത് ഇപ്പം എന്തായാലും ഒരു 8 മാസത്തിന് മുമ്പുണ്ടായതിൻ്റെ ഇരട്ടി വണ്ടികൾ 2 വീലറായാലും 4 വീലറായാലും ഇതിലെ പാസ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും അപകട സാധ്യതകൾക്ക് കാരണം ഉണ്ടാകാൻ സാധ്യതകളോ ഏറെയാണ്. അപ്പോൾ അടിയന്തരമായി ഈ പാലം പുതുക്കി പണിയുന്നത്. അതിൻ്റെ പാലത്തിൽ കൂടെ ഒരു ഭാരവണ്ടിയോ ഒരു ബസ് പോയാൽ
ഒരാൾക്ക് നടന്നു പോകാനുള്ള വീതിയില്ല. അടിയന്തരമായി തുടർന്നൊരു പാലം പണിയുകയോ അതിനുള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്യേണ്ടതാണ്. തൂണുകളിലും ബീമുകളിലുമെല്ലാം വൻ ആൽമരങ്ങളടക്കം ആഴ്ന്നിറങ്ങി പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ്. പാലത്തിന് മുകളിലെ സ്ഥിതിയും മറിച്ചല്ല. ഇരുഭാഗത്തും വൻ മരങ്ങളും പുൽപ്പടർപ്പുകളും കയറി കാടുപിടിച്ചു കിടക്കുന്നു. പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി എന്തിനൊക്കെയോ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ പൈപ്പുകളുടെ വലിയ നിര തന്നെ കാണാം. സ്വതവേ വീതിക്കുറവുള്ള പാലത്തിൽ റോഡിലേക്ക് തള്ളിയാണ് പൈപ്പുകളുടെ കിടപ്പ്. ഇതുമൂലം ഒരു വാഹനം കടന്നു പോകുമ്പോൾ റോഡരികു പിടിച്ചു നടക്കാൻ കാൽനടക്കാർക്കും കഴിയാറില്ല. പാലത്തിന്റെ കൈവരികൾ പലയിടത്തും തകർന്ന് ഇരുമ്പുകമ്പികൾ വെളിയിൽ കാണാം. അപകടാവസ്ഥയിലായ പാലത്തിലൂടെ ഭയപ്പാടോടെയാണ് കുട്ടികളെയും കൊണ്ട് പോകുന്നത് എന്ന് ഇതുവഴി പോകുന്ന സ്കൂൾ ബസിന്റെ ഡ്രൈവർ പറയുന്നു. രണ്ട് വണ്ടി ഒരുമിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങാടിക്കടവ് പാലത്തില്. ഒപ്പം തന്നെ അതിലൂടെ അനേകം കുട്ടികൾ സ്കൂളിൽ പോയി മങ്ങാട്ടേരിക്കും പീച്ചാലക്കാട്ടേക്കും നടന്നു വരുന്ന ഒരു പാത കൂടിയാണ്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ആ ശോചനീയാവസ്ഥ മാറ്റി പുതിയൊരു പാലമെങ്കിലും ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കുട്ടികളെ നിറച്ച് ഓടിയാണ് ആ പാലത്തിന്റെ മുകളിലൂടെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അതിനാൽ ഗവൺമെന്റ് അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകൾ അതിനായിട്ട് ഒന്ന് പ്രയത്നിക്കണമെന്നാണ് പ്രത്യേകിച്ച് നാട്ടുകാരെന്ന നിലയ്ക്കും സ്കൂൾ ബസ്സിലെ ഡ്രൈവർ എന്ന നിലയ്ക്കും എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ മങ്ങാട്ടിലുള്ളതാ. ഞങ്ങൾ എപ്പോഴും ഇതിലെ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് പണിതിട്ട് 70-75 കൊല്ലമായി എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് 75 വയസ്സായി. അന്ന് ഞാനിവിടെ ഈ നാട്ടിൽ മങ്ങാട്ടിൽ വന്നിട്ട് 52 വർഷം കഴിഞ്ഞു. അന്ന് പണിതതാണ് ഈ പാലം. പക്ഷേ ഇപ്പം അത് എപ്പോഴേ ഏത് നേരത്തെ ഇടിഞ്ഞ് പോണേന്ന് അറിയാൻ പാടില്ല. പേടിച്ചിട്ടാണ് വണ്ടികൾ ഇതിലെ പോണേ. റെയിൽവേ ഗേറ്റ് വഴിമാറി അടിപ്പാത വന്നതോടെ ഇതുവഴിയുള്ള വാഹന സഞ്ചാരം അനുദിനം ഏറി വരും. യാത്രക്കാരെ വഹിച്ചുകൊണ്ടുള്ള ബസ്സുകളും കുട്ടികളെ കൊണ്ടുപോകുന്ന സ്കൂൾ ബസ്സുകളും അമിതഭാരം കയറ്റിയ ടോറസുകളുമെല്ലാം ഇതിൽപ്പെടും. അങ്ങാടിക്കടവ് പാലത്തിന് ഇത് എത്രമാത്രം താങ്ങാനാകുമെന്ന് അടിയന്തിരമായി പരിശോധന നടത്തണം. അറ്റകുറ്റപ്പണികൾ നടത്തി പാലം ബലവത്താക്കുന്നതിന് പുറമെ വീതി കൂട്ടി പുതിയ പാലം നിർമ്മിക്കാനുള്ള സാധ്യതയും അന്വേഷിക്കണം. മൈൻഡ് ഓഫ് അങ്കമാലി വാർത്തകൾ ഈ വിഷയം പലവട്ടം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ റിപ്പോർട്ടിങ്ങിലൂടെയെങ്കിലും MP-യും MLA-യും നഗരസഭയും അടങ്ങിയ ജനപ്രതിനിധികളും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും വിഷയത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി. ഇതിപ്പോ നമ്മുടെ അങ്ങാടിക്കടവ് പാലം ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പോൾ ഒരു ടാറിങ് വെച്ച് അങ്ങനെ പതിപ്പിച്ച് ഒരു വീതം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. ഒരു വണ്ടിക്ക് കശി പോകുന്ന വഴിയുള്ളൂ. 45 കൊല്ലത്തെ പഴക്കമുള്ള പാലമാണ്. അത് എത്രയും അതിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. അത് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചാൽ വളരെ നന്നായിരിക്കും. അധികാരികൾ അത് ശ്രദ്ധിക്കുമല്ലോ. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.